നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ചില ബട്ടണുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ക്ഷമയുടെ ബട്ടൺ, തൗബയുടെ ബട്ടൺ, തവക്കലിന്റെ അഥവാ അല്ലാഹുവിൽ സകലതും അർപ്പിക്കാനുള്ള ബട്ടൺ, ശുക്രിന്റെ അഥവാ അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്താനുള്ള ബട്ടൺ, പരസ്പര സ്നേഹത്തിന്റെ ബട്ടൺ, വിട്ടുവീഴ്ചയുടെ ബട്ടൺ, ജീവിതം നന്മയിലേക്ക് തിരിക്കാനുള്ള ബട്ടൺ, അറിവിന്റെ ബട്ടൺ, തിന്മ കാണുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാനുള്ള ബട്ടൺ, നന്മയിലേക്ക് വേഗം കൂട്ടാനുള്ള ബട്ടൺ. ഇങ്ങനെ നീളുന്നു ആ ബട്ടണുകൾ. നമ്മുടെ ജീവിതമെന്ന വിമാനം പറക്കുമ്പോൾ നാം ഓരോരുത്തരും സ്വന്തം യാത്രയുടെ പൈലറ്റുമാരാണ്. വിശാലമായ ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ മുന്നിലെ നിയന്ത്രണ പാനലിൽ നേരത്തെ പറഞ്ഞതുപോലുള്ള അനേകം ബട്ടണുകളുണ്ട്. ഓരോന്നും വ്യത്യസ്ത ദിശയിലേക്ക് നമ്മെ നയിക്കാൻ കഴിവുള്ളൂ. മേഘങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിക്കുമ്പോൾ കൊടുങ്കാറ്റുകളുടെ മധ്യത്തിൽ ഉയരത്തിലെ കാറ്റിന്റെ പ്രവാഹത്തിൽ ഏത് ബട്ടൺ അമർത്തണമെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തീരുമാനിക്കേണ്ടി വരും. അവിടെയാണ് പൈലറ്റിന്റെ പ്രാഗൽഭ്യം വെളിപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഓരോ പ്രതിസന്ധിയും, ഓരോ സന്തോഷ നിമിഷവും, ഓരോ തീരുമാനവും ഇവയെല്ലാം ആ കോക്പിറ്റിലെ ബട്ടണുകൾ പോലെയാണ്. ഏത് ബട്ടൺ എപ്പോൾ അമർത്തണം എന്ന് തിരിച്ചറിയുന്നതിലാണ് ജീവിതത്തിന്റെ സാഫല്യം. ജീവിതം എന്ന വിമാനത്തിൽ നമ്മൾ ഓരോരുത്തരും ഒരേ സമയം പൈലറ്റും യാത്രക്കാരനുമാണ്. അവസരോചിതമായി ബട്ടണുകൾ അമർത്തുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ചിലപ്പോൾ നമ്മുടെ കൂടെ കോപൈലറ്റുകൾ ഉണ്ടാകാം, കുടുംബം, സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ടവർ. എന്നാൽ അവസാന തീരുമാനം എപ്പോഴും നമ്മുടേതാണ്. അവസരോചിതമായ ഓരോ തിരഞ്ഞെടുപ്പിലും, മനസ്സാന്നിധ്യത്തോടെയുള്ള ഓരോ തീരുമാനത്തിലും നമ്മൾ നമ്മുടേതായ പാത വരച്ചിടുന്നു. എന്നാൽ ഓർക്കുക, ചിലപ്പോൾ ബട്ടൺ അമർത്താതിരിക്കുന്നതും ഒരു തീരുമാനമാണ്, ഒരു കാൽവെപ്പാണ്. ജീവിതമെന്ന യാത്രയിൽ നമ്മളെ കാത്തിരിക്കുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉത്തരം കിട്ടേണ്ട ഒരു ചോദ്യമുണ്ട്: എന്റെ യാത്ര, എന്റെ വിമാനം, ഞാൻ അവസരോചിതമായി ബട്ടണുകൾ അമർത്തിയോ? ഉത്തരമായി ഒരു പുഞ്ചിരിയോടെ അതെ എന്ന് പറയാൻ കഴിയുമ്പോൾ അതാണ് ജീവിതത്തിന്റെ വിജയം, ലക്ഷ്യത്തിലെത്തിയതിന്റെ സാഫല്യം.